പശ്ചിമേഷ്യയിലെ ആകാശം വീണ്ടും ചുവന്ന നിറത്തിലേക്ക് മാറാൻ പോകുന്നുവോ എന്ന ആശങ്ക ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഇറാന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് ലോകശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. ഇതുവരെ നടന്നതെല്ലാം ഒരു തുടക്കം മാത്രമാണെന്നും ലോകം കണ്ടത് ഇറാന്റെ നിയന്ത്രിത പ്രതിരോധം മാത്രമാണെന്നും ഇനി തുറക്കാൻ പോകുന്നത് യഥാർത്ഥ പ്രത്യാക്രമണത്തിന്റെ അധ്യായമാണെന്നും ഇറാൻ സൈനിക നേതൃത്വം തുറന്നു പറയുന്നു. വിശുദ്ധ റമദാൻ മാസത്തിന്റെ ആത്മനിയന്ത്രണവും സംയമനവും അവസാനിച്ചതോടെ ഇനി സൈനിക നീക്കങ്ങൾ കൂടുതൽ ശക്തവും കൃത്യവുമായിരിക്കുമെന്ന സൂചനയാണ് ഇറാനിൽ നിന്നുള്ള സന്ദേശങ്ങൾ നൽകുന്നത്. ഈ പ്രഖ്യാപനം വെറും വാക്കുകളല്ല, മറിച്ച് യുദ്ധത്തിന്റെ തീവ്രത അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ വ്യക്തമായ സൂചനയായി വിലയിരുത്തപ്പെടുന്നു. അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇറാനെതിരെ കരസേന ആക്രമണ സാധ്യതകൾ ഉയർന്നു വരുന്നതോടെയാണ് ഈ കടുത്ത പ്രതികരണം രൂപം കൊണ്ടത്. ഇറാനിയൻ മണ്ണിൽ ഒരു വിദേശ സൈനികന്റെ കാൽപാദം പതിയുന്നത് തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചുവപ്പുരേഖാ ലംഘനമായിരിക്കുമെന്ന മുന്നറിയിപ്പ് സാധാരണ നയതന്ത്ര പ്രസ്താവനകളെക്കാൾ ഏറ്റവും കടുത്തതും നിർണായകവുമാണ്. അതിനു മറുപടിയായി ഇറാൻ ഒരുക്കുന്നത് വെറും പ്രതിരോധമല്ല, മറിച്ച് ലോകത്തെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള അപ്രതീക്ഷിത പ്രഹരമായിരിക്കുമെന്നാണ് അവർ നൽകുന്ന സന്ദേശം. സർപ്രൈസ് എന്ന പദം തന്നെ ഇപ്പോൾ ഈ സംഘർഷത്തിന്റെ മുഖമുദ്രയായി മാറിയിരിക്കുകയാണ്. ഇറാന്റെ ഈ നിലപാട് അവരുടെ കാഴ്ചപ്പാടിൽ നിലവിലെ സംഘർഷം വെറും സൈനിക ഏറ്റുമുട്ടലല്ല, മറിച്ച് ദേശീയ സ്വാഭിമാനത്തിന്റെയും സ്വാധീനത്തിന്റെയും പരീക്ഷണ വേദിയാണെന്ന തിരിച്ചറിവിൽ നിന്നാണ് ഉയർന്നു വരുന്നത്. കഴിഞ്ഞ മാസങ്ങളിലായി ഉണ്ടായ ആക്രമണങ്ങൾ, നേതാക്കളെ ലക്ഷ്യമിട്ട നീക്കങ്ങൾ, സാമ്പത്തിക സമ്മർദ്ദങ്ങൾ എന്നിവയെല്ലാം ചേർന്ന് ഒരു വലിയ സംഘർഷത്തിന്റെ പശ്ചാത്തലം ഒരുക്കിയെന്നാണ് ഇറാൻ വിലയിരുത്തുന്നത്. ഈ സാഹചര്യത്തിൽ കരസേന ആക്രമണം പോലുള്ള നീക്കങ്ങൾ നേരിട്ടുള്ള യുദ്ധപ്രഖ്യാപനമായി കാണപ്പെടുമെന്നും അതിന് അതേ തീവ്രതയിലുള്ള മറുപടി ലഭിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. മൊത്തത്തിൽ ഈ പ്രസ്താവനകൾ പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ ഒരു നിർണായക വഴിത്തിരിവിൽ എത്തിയിരിക്കുകയാണെന്ന് സൂചിപ്പിക്കുന്നു. ഇതുവരെ നിയന്ത്രിതമായ രീതിയിൽ മുന്നേറിയിരുന്ന ഏറ്റുമുട്ടലുകൾ ഇനി കൂടുതൽ തുറന്നതും ശക്തവുമായ ഘട്ടത്തിലേക്ക് കടക്കാനിടയുണ്ടെന്ന ആശങ്ക ഉയരുന്നു. ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇറാന്റെ കാഴ്ചപ്പാടിൽ നിലവിലെ സംഘർഷം വെറും സൈനിക ഏറ്റുമുട്ടൽ മാത്രമല്ല, മറിച്ച് രാജ്യത്തിന്റെ സ്വാഭിമാനത്തെയും സ്വാധീനത്തെയും ലക്ഷ്യമിട്ടുള്ള വിപുലമായ ആക്രമണ പരമ്പര തന്നെയാണ്. ഇസ്ലാമിക് വിപ്ലവവുമായി ബന്ധപ്പെട്ട നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള കൊലപാതകങ്ങളും രാജ്യത്തിന്റെ തന്ത്രപ്രധാന സൗകര്യങ്ങളിലേക്കുള്ള ആക്രമണങ്ങളും ഇതിനകം തന്നെ ഒരു പ്രാദേശിക യുദ്ധത്തിന്റെ രൂപം കൈക്കൊണ്ടുവെന്നാണ് ഇറാനിയൻ വൃത്തങ്ങൾ പറയുന്നത്. ഈ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വരുന്ന കരസേന ആക്രമണ ഭീഷണികളെ അവർ അതീവ ഗൗരവത്തോടെ കാണുന്നു. ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന സന്ദേശം തങ്ങളുടെ മണ്ണിൽ യുദ്ധം നടക്കാൻ അനുവദിക്കില്ല എന്നതാണ്. അതിനായി സൈനികമായും തന്ത്രപരമായും അവർ തയ്യാറായിരിക്കുകയാണെന്നും ശത്രുശക്തികൾക്ക് മുൻകൂട്ടി കണക്കാക്കാനാവാത്ത രീതിയിലുള്ള പ്രതികരണം ഉണ്ടാകുമെന്നും അവർ വ്യക്തമാക്കുന്നു. അതേസമയം ഈ മുന്നറിയിപ്പ് ഇറാന്റെ അതിർത്തികൾക്കപ്പുറത്തേക്കും വ്യാപിക്കുന്ന തരത്തിലുള്ളതാണ്. മേഖലയിലെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ നേരത്തെ തന്നെ ലക്ഷ്യമാക്കിയിരുന്നുവെന്നും ഇറാന്റെ സൗകര്യങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോൾ അതിന് സമാനമായ തിരിച്ചടികൾ മറ്റ് രാജ്യങ്ങളിലേക്കും വ്യാപിച്ചതായും അവർ ഓർമ്മിപ്പിക്കുന്നു. ദുബായ്, അബുദാബി പോലുള്ള പ്രധാന നഗരങ്ങൾ പോലും ഇത്തരം സാഹചര്യങ്ങളിൽ സുരക്ഷിതമായിരിക്കില്ല എന്ന പരാമർശം ഗൾഫ് മേഖലയിലെ ആശങ്കകൾ കൂടുതൽ ശക്തമാക്കുന്നു. സാമ്പത്തിക കേന്ദ്രങ്ങളായ ഈ നഗരങ്ങൾ സംഘർഷത്തിന്റെ ചുഴിയിൽപ്പെട്ടാൽ അതിന്റെ പ്രത്യാഘാതം ആഗോള സാമ്പത്തിക രംഗത്തേക്കും വ്യാപിക്കാനിടയുണ്ട്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിൽ ആവർത്തിച്ചുണ്ടാകുന്ന സംഘർഷങ്ങൾ കേവലം അസ്ഥിരതയുടെ സൂചനയല്ല, മറിച്ച് വിദേശ ശക്തികളുടെ കടന്നുകയറ്റത്തിനെതിരെയുള്ള ഇറാന്റെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിന്റെ തെളിവാണ്. ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ള ലോക നേതാക്കളുടെ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കാതെ സ്വന്തം മണ്ണും അന്തസ്സും സംരക്ഷിക്കാൻ തങ്ങൾ സജ്ജമാണെന്ന ഉറച്ച സന്ദേശമാണ് ഇറാൻ നൽകുന്നത്. അമേരിക്കൻ സൈന്യത്തിന്റെ ഏതൊരു തെറ്റായ കണക്കുകൂട്ടലും അവർക്ക് തന്നെ തിരിച്ചടിയാകുമെന്ന മുന്നറിയിപ്പ് വെറും ഒരു പ്രസ്താവനയല്ല, മറിച്ച് തങ്ങളുടെ സൈനിക ശേഷിയിലുള്ള ഇറാന്റെ ആത്മവിശ്വാസമായാണ് അത് പ്രകടമാകുന്നത്. അമേരിക്കൻ സൈനിക താവളങ്ങളെ പോലും മുൾമുനയിൽ നിർത്താൻ കെൽപ്പുള്ള ഇറാന്റെ ഈ നീക്കങ്ങൾ മേഖലയിലെ ഏകപക്ഷീയമായ അധിനിവേശത്തിന് അന്ത്യം കുറിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. നയതന്ത്രപരമായ പരിഹാരങ്ങളെക്കാൾ ഉപരോധങ്ങളും ഭീഷണികളും ആയുധമാക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ നയമാണ് പശ്ചിമേഷ്യയെ ഈ യുദ്ധഭീതിയിലേക്ക് തള്ളിവിട്ടത്. എന്നാൽ തങ്ങളെ പ്രകോപിച്ചാൽ അതിന്റെ പ്രത്യാഘാതം അതിഭീകരമായിരിക്കുമെന്നും ലോകം ഇന്നുവരെ കാണാത്ത തരം പ്രത്യാക്രമണം നേരിടേണ്ടി വരുമെന്നും ഇറാൻ വ്യക്തമാക്കുന്നു. വാക്കുകളിലൂടെയുള്ള ഈ പോരാട്ടം ഏതൊരു നിമിഷവും ഒരു വൻ യുദ്ധമായി മാറാമെന്നിരിക്കെ ഇറാന്റെ ഈ പ്രതിരോധം നീതിപൂർവമായ ഒരു നിലനിൽപ്പിന്റെ ഭാഗമാണ്. വൻശക്തികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഇറാന്റെ ഈ നിശ്ചയദാർഢ്യം വരും കാലങ്ങളിൽ പശ്ചിമേഷ്യയിലെയും ആഗോളതലത്തിലും ശക്തി സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കുമെന്ന് ഉറപ്പാണ്.